മാത്രമാ ഞാൻ അവളെ വെറുതെ വിട്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് നീയും മഹിമയും കൂടുതൽ അകലുന്ന സാഹചര്യം ഉണ്ടാവണ്ടെന്ന് ഞാൻ കരുതി. സ്വപ്നയും മഹിമയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കും. സ്വപ്ന പലതവണ അവളെ ഉപദ്രവിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള അവസരമല്ല ഇത്. സ്വപ്ന നിന്നെപ്പോലെ തന്നെ ഗർഭിണിയാണ്. അവൾക്ക് കുടുംബത്തിന്റെ സ്നേഹവും സംരക്ഷണവും ഏറ്റവും കൂടുതൽ കിട്ടേണ്ട സമയം ഇത്. ഒരു ഡോക്ടർ ആവാൻ പോകുന്ന കുട്ടിയായിട്ട് കൂടി മഹിമ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ കഷ്ടമാണ്. ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് എനിക്ക് സ്വപ്നയെ സംരക്ഷിച്ചേ പറ്റൂ. മഹിമ സ്വപ്നയെ ഇനിയും ഉപദ്രവിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. പിന്നെ നീ വിഷമിച്ചിട്ട് കാര്യമില്ല. നിന്റെ മുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? മഹിമയുടെ കയ്യിന്ന് നല്ലൊരെണ്ണം കിട്ടിയതിന്റെ ക്ഷീണം കാണാനുണ്ട്. എന്റെ അടുത്ത് എന്തിനാ ചൂടാവുന്നേ? നീ ആണായിരുന്നെങ്കി അവിടെ വെച്ച് പ്രതികരിച്ചേനെ. എനിക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്താ മഹിമ നിനക്കെതിരെ അവളുടെ കയ്യിലുള്ള തെളിവുകൾ മീഡിയയിലിടും. പിന്നെ മോള് കമ്പി എണ്ണേണ്ടി വരും. ഇനി പറ, ഞാൻ പ്രതികരിക്കണമായിരുന്നോ? നിനക്ക് ഗിരിയോട് മുട്ടാൻ നട്ടലില്ലാത്തതിന് എന്നെ കാരണമാക്കി കാണിക്കണ്ട. ആർക്കാടി നട്ടലില്ലാത്ത? മോനാവശ്യം പറഞ്ഞ ഓടിച്ച് നിന്റെ മോന്തര ഷേപ്പ് ഞാൻ മാറ്റും. ഒന്ന് നിർത്തുന്നുണ്ടോ? നമ്മളുള്ളപ്പോ സ്വപ്നയെ മഹിമ അടിക്കാൻ ധൈര്യം കാണിച്ചത് നമുക്കൊക്കെ ഒരു അപമാനമാണ്. അവൾ അതിനൊരിക്കലും മാപ്പർഹിക്കുന്നില്ല. മോളെ, നിന്നെ അടിച്ചതിന് അവളോട് നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും. അതെനിക്ക് അറിയാം അച്ഛാ. സ്വപ്നയെ അടിച്ചിട്ടും മഹിമയോട് ഗിരി മോശമായിട്ട് പെരുമാറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ, സ്വപ്ന ഗിരിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയാ. അവൻ തന്നെയാ മഹിമയും മഞ്ജുവിനെയും എനിക്കെതിരെ സഹായിക്കുന്നത്. ഗിരിയാണ് ഗോപാലേട്ടനെതിരെ നിൽക്കുന്നതെന്ന് മനസ്സിലായിട്ടും അവനെ കൂടെ നിർത്താനാണോ ചേട്ടന്റെ പരിപാടി? അവൻ തന്നെയാണ് എന്നെ ഒറ്റയെന്ന് മനസ്സിലായല്ലോ. ഇനി അവനെ സൂക്ഷിക്കാൻ പറ്റും. അവനെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് ബുദ്ധിയല്ല. തൽക്കാലം ഒന്നും അറിയാത്തതുപോലെ കൂടെ കൊണ്ടു നടക്കുന്നതാണ് നല്ലത്. നമ്മൾ അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് കരുതിക്കോട്ടെ. നല്ലൊരവസരം ഒത്തു വരുമ്പോ അവനെ നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. നിനക്കതിൽ വിഷമമൊന്നും തോന്നരുത് മോളെ. എനിക്ക് ഈ കുടുംബമാണ് വലുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛാ. ആ ജസ്സിന്റെ അമ്മയുടെ കാര്യം എന്ത് ചെയ്യണം? ഇനിയും ആ വിഷയം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. മഹിമ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതെല്ലാം കൊടുക്കാം. പക്ഷേ നാളെ കോളേജിൽ ഒരു ചടങ്ങ് പോലെ നടത്തി നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജസ്റ്റിന്റെ അമ്മയ്ക്ക് കാശ് കൊടുക്കുന്നതെന്ന് വരുത്തി തീർക്കണം. അതിന്റെ ക്രെഡിറ്റ് മഹിമ കൊണ്ടുപോണ്ട. ശരി ഡാഡി. അവള് ലെഡ്ജർ തരുമെന്ന് ഉറപ്പുണ്ടോ അച്ഛാ? അറിയില്ല. നമുക്ക് അവരെ വിശ്വസിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. അച്ഛനെ ഒറ്റക്കൊടുത്തത് ഗിരിയല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഗിരിക്ക് 100 കുറ്റങ്ങളുണ്ടാവും. പക്ഷെ അവന് ഒരിക്കലും നന്ദിയില്ലാത്തവനാവില്ല. ഗിരി ചതിച്ചെന്ന് നീ അച്ഛനെ എങ്ങനെ വിശ്വസിപ്പിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കൊള്ളാം. ഗിരിയെ അച്ഛനിൽ നിന്ന് അകറ്റണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ നാടകത്തെ ഞാൻ പൊളിക്കുന്നില്ല.
ഇയാൾക്ക് ആരും അറിയാത്ത ജസ്റ്റിന്റെ അമ്മയ്ക്ക് കാശ് കൊടുത്താ പോരെ? എന്തിനാ ഈ പരിപാടിയൊക്കെ? വെറുതെ കാശ് കൊടുത്താ അയക്ക് പബ്ലിസിറ്റി കിട്ടില്ലല്ലോ മാഡം. ഇതിപ്പോ ഗോപാലന്റെ ദാനശീലത എല്ലാരും കണ്ട് ആരാധിക്കുമെന്നായുള്ള വിചാരം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം. കുറച്ചു നാൾ മുമ്പ് ഈ കോളേജിലൊരു വിദ്യാർത്ഥി എൻ്റെ ബാറിൽ വന്ന് മദ്യപിച്ച ശേഷം അസുഖം ബാധിച്ച് മരിച്ചു. ഒരു ഡോക്ടറായി ഈ സമൂഹത്തെ സേവിക്കേണ്ട ഒരാളെയാണ് നമുക്ക് നഷ്ടമായത്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ജസ്റ്റിൻ്റെ കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും സഹകരിച്ചത്. കുറ്റവാളിയായ എൻ്റെ ജോലിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞ നിമിഷത്തിൽ എനിക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. എൻ്റെ വക്കീലും അത് തന്നെയാണ് ഉപദേശിച്ചത്. പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ തെറ്റുകൊണ്ടല്ലെങ്കിലും എൻ്റെ സ്ഥാപനം കാരണം മരിച്ച ആ യുവാവിനോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിന്റെ കുടുംബത്തിന് നല്ലൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതുകൂടാതെ ജസ്റ്റിന്റെ അനുജത്തിയുടെ പഠന ചെലവ് മുഴുവനായും ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതൊന്നും മരിച്ചുപോയ ജസ്റ്റിന് പകരമാവില്ലെങ്കിലും ഇത് എന്നാൽ ചെയ്യാൻ കഴിയുന്ന ഒരു സഹായമാവും. ജസ്റ്റിന്റെ അമ്മയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ല, ഇപ്പൊ തന്നെ പോവല്ലേ? ചടങ്ങ് തീർന്നിട്ടില്ലല്ലോ. സ്വന്തം കാര്യം തീർന്നപ്പോഴേക്ക് ഓടി പോവാണോ? എല്ലാം കഴിഞ്ഞിട്ട് പോവാം. എന്റെ ഗതികേട് കൊണ്ടാ എനിക്കിത് വാങ്ങാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്ന് കരുതി എന്റെ മോനെ കൊന്നവന്റെ കൂടെ ഞാൻ ഈ വേദിയിലിരിക്കുന്നു നിങ്ങൾ ആരും കരുതണ്ട. അല്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെയാ. സഞ്ജു, അവർക്ക് വഴി കൊടുക്കുന്ന നല്ലത്. ഞങ്ങള് വഴി ഉണ്ടാക്കാൻ നിന്നാ ഒരുപാട് തല്ല് വാങ്ങും.